നിങ്ങളുടെ ടാർഗറ്റ് വെയിറ്റ് ലോസ് ചെയ്യാനാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി എടുക്കാം. വെയിറ്റ് ഗെയിൻ ചെയ്യാനാണെങ്കിൽ റൈസ് എടുക്കാം. വെയിറ്റ് ലോസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോബസ്റ്റ ബനാന എടുക്കാം. വെയിറ്റ് ഗെയിൻ ചെയ്യാനാണെങ്കിൽ നേന്ത്രപ്പഴം എടുക്കാം. തുടങ്ങി ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ ഇപ്പോഴും പലർക്കും ഉണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു ഫുഡും എടുക്കുന്ന സമയത്തല്ല, നിങ്ങളുടെ ടോട്ടൽ ഇൻടേക്ക്, അതായത് നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറി എന്താണോ, ഈ മെയിൻ്റെനൻസ് കാലറിക്ക് താഴെയാണ് നിങ്ങൾ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നതെങ്കിൽ നോർമലി നിങ്ങളുടെ വെയിറ്റ് ലോസ് ആവും. ഈ മെയിൻ്റെനൻസ് കാലറിക്ക് മുകളിലാണ് നിങ്ങൾ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നതെങ്കിൽ നോർമലി നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ആവും. ഇപ്പോഴും ഈ മെയിൻ്റെനൻസ് കാലറി എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഒന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്ര ഫുഡ് കഴിച്ചാലാണോ വെയിറ്റ് കൂടാണ്ടും കുറയാണ്ടും നിൽക്കുന്നത്, ആ ഒരു നമ്പർ കാലറിയാണ് നമ്മുടെ മെയിൻ്റെനൻസ് കാലറി. എക്സാമ്പിളായിട്ട് അത് 2000 ആണെന്ന് വിചാരിക്കുക. ഈ 2000-ൻ്റെ താഴെയാണ് നിങ്ങൾ ഡെയിലി ഇൻടേക്ക് ചെയ്യുന്നതെങ്കിൽ, കാലറി ഡെയിലി ഇൻടേക്ക് ചെയ്യുന്നതെങ്കിൽ നോർമലി നിങ്ങളുടെ വെയിറ്റ് എന്തായാലും ലോസ് ആവും. ആ 2000-ന് മുകളിലാണ് ഇൻടേക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ആവും. 2000 തന്നെയാണ് പോകുന്നുള്ളതെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് കൂടുകയില്ല, കുറയുകയില്ല. ഇതാണ് ശരീരത്തിൽ സംഭവിക്കുന്നുള്ളത്. ന്യൂട്രീഷൻ പ്രകാരം ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നേന്ത്രപ്പഴത്തേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും റോബസ്റ്റ. എന്ന് വെച്ച് ഈ റോബസ്റ്റ കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറയും, മറ്റത് കഴിക്കാനേ പാടില്ല, അത് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ആവും എന്നുള്ള തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് ശരിക്കും മണ്ടത്തരാണ്. നിങ്ങൾക്ക് ഏത് ബനാന വേണമെങ്കിലും കഴിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നല്ല കാലറിയും മോശം കാലറിയും, ഗുഡ് കാലറി ബാഡ് കാലറി, ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. നിങ്ങളുടെ ഇൻടേക്ക് എന്താണോ അതിനനുസരിച്ച് ഗുഡ് കാലറീസ് ശരീരത്തിലോട്ട് പരമാവധി എത്തിക്കുക. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നേന്ത്രപ്പഴമോ റൈസോ ഒന്നും കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല, അതെല്ലാം ഗുഡ് കാലറി തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ടോട്ടൽ ഇൻടേക്കിൻ്റെ താഴെ വരണം എന്നേ ഉള്ളൂ. നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറിക്ക് താഴെ ഇൻടേക്ക് ചെയ്യുക എന്നേ ഉള്ളൂ. പക്ഷെ അത് ബാലൻസ് ചെയ്തായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ഇതും ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ഏത് ഫുഡ് വേണമെങ്കിലും, അതായത് ഗുഡ് കാലറിയിൽ പെട്ടിട്ടുള്ള ഏത് ഫുഡ് വേണമെങ്കിലും എടുക്കാം.